നമ്മുടെയൊക്കെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരും കാണില്ല അല്ലേ? എല്ലാ ആളുകളുടെയും ആഗ്രഹം നമ്മുടെ കുടുംബത്ത് സർവ്വ ഐശ്വര്യവും ഉണ്ടാവണം, ധനസമൃദ്ധി ഉണ്ടാവണം, ഉള്ള സമ്പത്ത് വീണ്ടും വർദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേന്മയുണ്ടാവണം, നല്ല തൊഴിലുണ്ടാവണം, മനസ്സമാധാനം ഉണ്ടാവണം. അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ അതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടുതലായിട്ടും ഉള്ളത്. അപ്പം നമ്മുടെ കുടുംബത്തെ എല്ലാ സമയങ്ങളിലും ഈ രീതിയിൽ സർവ്വ ഐശ്വര്യം ഉണ്ടാവാനായിട്ട് നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആവശ്യമാണ്. ഈശ്വര ചൈതന്യം നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഈശ്വര ചൈതന്യം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരാനായിട്ടുള്ള 5 വഴികളെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടംപടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിൽ പ്രധാനമെന്ന് തോന്നിയ ഒരു 5 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളിൽ എല്ലാ സമയങ്ങളിലും ഉണ്ടാവും. അപ്പം നമുക്കറിയാലോ, ധനലക്ഷ്മി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. സർവസമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യുന്നത് അഷ്ടലക്ഷ്മിയാണ്. അപ്പോൾ ആ 8 ലക്ഷ്മിമാരുടെയും അനുഗ്രഹം നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അഷ്ടലക്ഷ്മിമാർ നമ്മുടെ കുടുംബത്തെ എല്ലാ രീതിയിലും കാത്ത് രക്ഷിച്ചോളും. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങളെല്ലാവരും വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. എല്ലാവരും വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. എന്നിരുന്നാലും ആ മഹാലക്ഷ്മി ഇരിക്കുന്ന സ്ഥലം, മഹാലക്ഷ്മി വന്നു കയറേണ്ട സ്ഥലം അത് ഏറ്റവും വൃത്തിയായിരിക്കണം അല്ലേ? നോർമലായിട്ടല്ല, ഏറ്റവും വൃത്തിയായിട്ട് വേണം ആ ഒരു സ്ഥലം ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി കടന്നു വരികയാണ്, നമ്മുടെ ബന്ധുക്കാർ ആരെങ്കിലും വരികയാണ്, പ്രത്യേകമായിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ വരാത്ത ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ വീടൊന്നും നമ്മൾ ഒരുക്കിയിടും അല്ലേ? നമ്മളൊന്നും കൂടി ഒന്ന് വീടൊക്കെ തുടച്ചിടും, അല്ലെങ്കിൽ നമ്മൾ അടുക്കി പിറക്കി സാധനങ്ങളൊക്കെ വിൽക്കും. നമ്മുടെ കുടുംബത്തിൽ ഒരു ഒരുക്കം നടക്കും, പ്രധാനപ്പെട്ട ആരെങ്കിലും നമ്മുടെ കുടുംബത്തേക്ക് വരാനുണ്ടെങ്കിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് മഹാലക്ഷ്മി, അല്ലെങ്കിൽ അതിനേക്കാൾ നമ്മൾ ഒരുങ്ങേണ്ടതാണ് മഹാലക്ഷ്മി നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ മഹാലക്ഷ്മി വരാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുടുംബം വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. നമ്മുടെ വീട്, നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം, നമ്മുടെ പരിസരം 4 സൈഡും, നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു വീടാണെങ്കിൽ അതിൻ്റെ 4 സൈഡും നമ്മൾ വൃത്തിയാക്കി ഇടണം. ഇപ്പോൾ ഫ്ലാറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റമൊന്നും വൃത്തിയാക്കി ഇടുക അങ്ങനെ പറ്റത്തില്ല. നമുക്കുള്ളത് നമ്മൾ വൃത്തിയാക്കി ഇടുക. അതല്ല, നമ്മളൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ മുറ്റമൊക്കെ വൃത്തിയാക്കി ഇടേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ അതിൻ്റെ ഫ്രണ്ട് വശം മാത്രം വൃത്തിയാക്കി ഇടും. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നമ്മുടെ വീടിൻ്റെ 4 സൈഡും നമ്മൾ വൃത്തിയായിട്ട് അടിച്ചു വാരി നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നെല്ലിമരം വളർത്തുന്നത് വളരെ നല്ലതാണ്. അപ്പം നെല്ലിമരത്തിൻ്റെ സാമീപ്യം മഹാലക്ഷ്മിയുടെ വാസസ്ഥലമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ നെല്ലിമരം വീട്ടിൽ വളർത്തുക എന്നത് പ്രായോഗികമല്ലെങ്കിൽ നമുക്ക് നെല്ലിക്ക വാങ്ങുമ്പോൾ പൂജാമുറിയിൽ അതൊരു നിവേദ്യമായിട്ട് മഹാലക്ഷ്മിക്ക് പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, എല്ലാ ആളുകൾക്കും നെല്ലിമരം നടാനുള്ള സൗകര്യമൊന്നും ആ വീട്ടുമുറ്റത്ത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ വീട്ടുമുറ്റത്ത് നെല്ലിമരം നടാൻ സൗകര്യമുള്ളവർ തീർച്ചയായിട്ടും ഒരു നെല്ലിമരം നടുക. ഇതുവരെ നടാത്ത ആളുകൾ ഒരു ചെറിയ തൈ വാങ്ങിച്ചു കൊണ്ടുപോയി നട്ടുവെക്കുക കേട്ടോ, വളരെ ശ്രേഷ്ഠമാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വൈകുന്നേരമൊക്കെ നിലവിളക്ക് തെളിയിക്കും, അല്ലെങ്കിൽ രാവിലെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ആ മഹാലക്ഷ്മിക്ക് നിവേദ്യമായിട്ട് ഈ ഒരു നെല്ലിക്ക സമർപ്പിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കത് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതെടുത്ത് ഭക്ഷിക്കാം കേട്ടോ. അത് നമ്മൾ കളയാനൊന്നും പാടില്ല. നമ്മൾ എന്ത് ഭഗവാന് സമർപ്പിച്ചാലും അത് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മളെടുത്ത് ഭക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ചിത്രം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വാതിലുണ്ടല്ലോ, അവിടെ വെക്കുന്നത് വളരെ നല്ലതാണ്. അത് പുറത്തേക്ക് അഭിമുഖമായിട്ട് മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ചിത്രം വയ്ക്കുകയാണ് എങ്കിൽ നമ്മുടെ കുടുംബത്ത് അനാവശ്യമായിട്ട് എന്തെങ്കിലും ചിലവുകളൊക്കെ വന്നു ചേരുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമുക്ക് ഉള്ള സമ്പാദ്യം അത് വർദ്ധിച്ചു വരാനായിട്ടും ഈ മഹാവിഷ്ണുവിനെ നമ്മൾ മുൻവാതിലിൽ വെക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പ്രധാന വാതിലിൽ വേണം നമ്മളത് വെക്കാനായിട്ട്. പുറത്തേക്ക് വേണം, അഭിമുഖമായിട്ട്, അതായത് നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കാൻ സൗകര്യമുള്ള ആളുകൾ, ഇഷ്ടമുള്ള ആളുകൾ തീർച്ചയായിട്ടും അങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ കുടുംബത്ത് വളരെയധികം ശ്രേഷ്ഠതകൾ വന്നു ചേരാനായിട്ട് അത് സഹായിക്കും. അതേപോലെ തന്നെ
മറ്റൊരു കാര്യമാണ് ശിവക്ഷേത്ര ദർശനം പൗർണമി ദിവസങ്ങളിൽ നടത്തുക എന്നുള്ളത്. അപ്പോൾ ശിവക്ഷേത്ര ദർശനം എല്ലാ ദിവസവും നടത്തുന്നത് നല്ലതാണ്. നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യമോ ഒക്കെ നമുക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അതിനേക്കാളൊക്കെ വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് പൗർണമി ദിവസം നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത്. അന്നത്തെ ദിവസം നമ്മൾ മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വഴിപാട് നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ധാരയോ പിൻവിളക്കോ ഒക്കെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ കുടുംബത്ത് സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനായിട്ട് ഒക്കെ അത് കാരണമാകും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആയുസ്സിനും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ടും ഈ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി ഇതുപോലെയൊക്കെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സാധുക്കളെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വ്രതവും പൂജയും ഒക്കെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സാധുക്കളായ ആളുകളെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാം. ഒത്തിരി ആളുകളെയൊന്നും വേണമെന്നില്ല, എല്ലാ സമയങ്ങളിലും സഹായിക്കണം എന്നുമില്ല. പക്ഷേ നമുക്ക് പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ശമ്പളത്തിൽ നിന്ന്, നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ നിന്ന് അതിൽ ഏറ്റവും ചെറിയൊരു തുക മാത്രം മതിയാവും നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ പുണ്യം വേറെ ഇല്ല എന്ന് കരുതപ്പെടുന്നു. അന്നദാനം മഹാദാനം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ അന്നദാനം നടത്തുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ നടത്താൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ അന്നദാനമൊക്കെ നടത്തുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള സാമ്പത്തികമൊക്കെ വേണം. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി തന്നെ നടത്തണം എന്നൊന്നുമില്ല. നമുക്കറിയുന്ന ആളുകളിൽ നമുക്ക് ഏറ്റവും വിശപ്പ് തോന്നുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്താലും അത് പുണ്യമാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നോക്കുക. അതേപോലെ പഠിക്കാനൊക്കെ ഒട്ടും വരുമാനമില്ലാത്ത, സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് അവർക്ക് പുസ്തകം മേടിക്കാനും ബുക്ക് മേടിക്കാനും ഒന്നും പൈസ ഇല്ലാതെ വരുന്ന ആ ഒരു സമയങ്ങളിൽ ആ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് സഹായിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരു കുഞ്ഞു രീതിയിൽ എങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മുടെ കൺമുമ്പിൽ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ സഹായിക്കുക തന്നെ വേണം. അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നമ്മുടെ കുടുംബത്ത് അതിൻ്റെയുള്ള ശ്രേഷ്ഠത ഉടനെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരും. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാവാനായിട്ട്, അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട്, ജീവിത പുരോഗതിക്കൊക്കെ വേണ്ടിയിട്ട് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു നാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. 8 ലക്ഷ്മിമാരുടെ അനുഗ്രഹം ഒരേ സമയങ്ങളിൽ നമ്മുടെ കുടുംബത്ത് വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് ഈ മഹാലക്ഷ്മി അഷ്ടകം നമ്മൾ ജപിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു നാമം ജപിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ ഗുണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി അത് അറിയില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. അഷ്ടലക്ഷ്മി സ്തോത്രം ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. അപ്പോൾ 8 ലക്ഷ്മിമാരുടെയും ആ സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുവരെ വായിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ ത്രിസന്ധ്യാ സമയങ്ങളിൽ തീർച്ചയായിട്ടും അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുക്കുക. പേപ്പറിൽ എഴുതിയെടുത്തിട്ട് നിങ്ങളത് തെറ്റുകൂടാതെ ജപിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. യൂട്യൂബിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഈണവും അത് എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നൊക്കെ അതൊന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ കുടുംബത്ത് എല്ലാവിധ ഐശ്വര്യവും അത് മുഖാന്തരം നമുക്ക് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഒഴുക്ക് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക്, ഒത്തിരി സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചിട്ടകളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാനത് കാരണമാകും. ഇപ്പം നിങ്ങൾക്ക് ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭാവിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള സന്തോഷം തന്നെ വന്നു ചേരും. നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു നന്മയെ തേടി, ആ ഒരു ഭക്തിയെ തേടി, ആ ഒരു ചൈതന്യത്തെ തേടി ഭഗവാൻ എന്തായാലും അത് കാണാതെ ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതെന്തായാലും നിങ്ങൾക്ക് ആ അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി വിഷമമാണെങ്കിലും ഞാൻ ഇനി നാമം ജപിക്കില്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ആളുകൾ അങ്ങനെ ഒന്നും തോന്നാനേ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടേയിരിക്കുക. നല്ലത് മാത്രമേ നിങ്ങളുടെ കുടുംബത്ത് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ എല്ലാ ആളുകൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.